ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃക്കകളുടെ ആരോഗ്യത്തെ പറ്റിയാണ്. എന്തൊക്കെയാണ് വൃക്കകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് നമ്മുടെ കിഡ്നീസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കൊണ്ടുപോവുക എന്നുള്ളതാണ് ആദ്യത്തെ വർക്ക്. BP ബാലൻസ് ചെയ്യുക, നമ്മുടെ ബ്ലഡ് പ്രഷർ ശരിയായി കൊണ്ടുപോവുക, നമ്മുടെ ശരീരത്തിലെ ദ്രവങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നുള്ളതാണ് അടുത്ത അവരുടെ ഒരു വർക്ക്. ഇത് 24 മണിക്കൂറും പണി ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന 5 ദുശീലങ്ങൾ, പ്രധാനപ്പെട്ട 5 ദുശീലങ്ങൾ കാരണം നമ്മുടെ കിഡ്നീസ് ബുദ്ധിമുട്ടുന്നുണ്ട്. മാത്രമല്ല, ബുദ്ധിമുട്ടുന്ന കിഡ്നീസ് പെട്ടെന്ന് തന്നെ ലക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന 5 ദുശീലങ്ങൾ? കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ധാരാളം വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത്. വെള്ളം, ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതെല്ലാം കുടിക്കുന്നുണ്ടല്ലോ ഡോക്ടറെ എന്നാണ് പേഷ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ, നമ്മൾ ശരിയായിട്ട് നമ്മുടെ അരിച്ചു പോകുന്നത് പോലെ ശരിയായിട്ട് പോകുന്നില്ല. ചില സമയങ്ങളിൽ കിഡ്നി സ്റ്റോൺസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഒരു ഇംബാലൻസ് കൊണ്ടുവരാൻ, അതായത് വെള്ളം ധാരാളം വരാത്തത് കൊണ്ട് തന്നെ ഒരു ഇരുണ്ട മൂത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡാർക്ക് യെല്ലോ ആയിട്ട് യൂറിൻ പാസ് ചെയ്യാം. ഇതൊക്കെ ഒരു മോശം ലക്ഷണങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ കിഡ്നിയെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. ഒരു മനുഷ്യൻ അവരുടെ 20 കിലോ, അതായത് 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സമ്മറൊക്കെ ആവുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. കാരണം വേർപ്പിലൂടെ വെള്ളം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ശരിയായിട്ട് വെള്ളം കുടിച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ക്ഷീണം, തലവേദന, യൂറിൻ, വളരെ ഇരുണ്ട മൂത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഇല്ലാതെ ശ്രദ്ധിക്കണം. നിർബന്ധമായും ധാരാളം വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നല്ലതുപോലെ തള്ളിപ്പോകത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് അധികമായിട്ട് ഉപ്പ് കഴിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയും, ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ യാതൊരു രീതിയിലും ഉപ്പ് കഴിക്കുന്നില്ല എങ്കിലും നമ്മുടെ പ്രോസസ്ഡ് ഫുഡ്സ്, ചിപ്സ്, അച്ചാറ്, ക്യാൻഡ് ഫുഡ്സ്, ടിന്നിൽ അടച്ചു വരുന്ന ഒരു മിക്ക സാധനങ്ങളിലും ധാരാളം സോഡിയം കണ്ടന്റ്, ഉപ്പിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ കിഡ്നീസിലോട്ടുള്ള രക്തപ്രവാഹം കുറയുന്നു, ഫിൽട്രേഷൻ മോശമാകുന്നു, രക്തക്കുഴലുകൾ ഡാമേജ് ആകുന്നു, തുടർന്ന് അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. BP കൂടാനും ഇതുവഴി നമുക്ക് BP എന്തായാലും കൂടുന്നു. BP കൂടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളാതെ, ഇങ്ങനെയാണ് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് ഒക്കെ കൂടി വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഒരു വില്ലൻ എന്ന് പറയുന്നത്, നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ യാതൊരു വിധത്തിലുള്ള എക്സർസൈസും കിട്ടുന്നില്ല. അതുകൊണ്ടും സെയിം ഈ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മൂവ്മെന്റ് കുറയുന്നു, രക്തപ്രവാഹം കുറയുന്നു, മാത്രമല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പ്രധാനമാണ് ഒബേസിറ്റി. വെയിറ്റ് കൂടുന്നു, അപ്പൊ കിഡ്നിക്കും അതുപോലെ വർക്ക് കൂടുന്നു. പിന്നെ യൂറിൻ ശരിക്ക് ഒഴിച്ച് കളയുന്നില്ല. ഇപ്പൊ സമയമില്ല, ജോലിയാണ്, തിരക്കാണ് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ, അതായത് ജോലിക്കാരൊക്കെ ശരിയായിട്ട് മൂത്രം ഒഴിച്ചു കളയില്ല, വെള്ളവും ധാരാളം കുടിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാകാം? അതിന്റെ പുറമെയാണ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒബേസിറ്റി ഉണ്ടാവാം, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അതിന്റെ കൂടെ തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല, യൂറിൻ പിടിച്ചു വെക്കുന്നു. ഇതെല്ലാം നമ്മുടെ കിഡ്നിയെ എഫക്ട് ചെയ്യാനും തുടർന്ന് നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ അതിന്റെ പ്രവർത്തനങ്ങൾ മോശമാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യുക? ഒരു 30 മിനിറ്റ് നടക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതുകൂടാതെ തന്നെ കുറേ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 2 റൗണ്ട് നടന്നിട്ട് വീണ്ടും അതേ പൊസിഷനിൽ വന്നിരിക്കാം. ഇതും നമ്മുടെ ശരീരത്തിന് ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ തുടർന്നുള്ള ഇരിപ്പ് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ കൊണ്ടുപോകുന്നു.
ഈ വെള്ളം കുടിക്കുന്നതും ഇതേപോലെ തന്നെ പാലിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 2-3 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നതും ഈ ഒബേസിറ്റി ഇല്ലാതെ നമ്മളെ സംരക്ഷിക്കും. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇനി അടുത്തൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകളാണ്. ഓരോ ആവശ്യങ്ങൾക്കും ഒരുപാട് മരുന്നുകൾ കഴിക്കുക. പ്രത്യേകിച്ച് ബ്രൂഫിൻ പോലുള്ള പെയിൻ കില്ലേഴ്സ് ആണ് പറയുന്നത്. അത് മൈഗ്രെയിൻ ആയിരിക്കാം, ബോഡി പെയിൻ ആയിരിക്കാം, പീരിയഡ്സിന്റെ വേദനയായിരിക്കാം. ഇതൊന്നും നമുക്കിപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ മാത്രവുമല്ല സമയമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടക്കില്ല എന്നോർത്തിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കും. ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ കിഡ്നിയാണ് എഫക്ട് ചെയ്യുന്നത്. അത് വളരെയധികം ഇതിന് ഇൻഫ്ലമേഷൻ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തുടർന്ന് വരുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 6 മന്തിന്റെ കോഴ്സ്, നമ്മൾ ഹോമിയോ മരുന്നിലാണെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ 6 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായി മാറ്റി തരുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കാം. ഇനി റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തലവേദനയാണ്, കുറച്ചു നേരം ഉറങ്ങുക, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, പ്രകൃതിദത്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നു. അല്ലാതെ നമ്മൾ പെയിൻ കില്ലറെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ പെയിൻ കില്ലർ എടുക്കുമ്പോൾ അത് നമ്മുടെ കിഡ്നിയെ വളരെയധികം മോശമാക്കുന്നതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ പ്രശ്നം നോക്കിയിട്ട് അതിനുള്ള മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഒരു വില്ലൻ എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ഒരുപാട് പഞ്ചസാര കഴിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ ഒരുപാട് പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്നു. ഷുഗർ ക്രമേണ നമ്മുടെ രക്തപ്രവാഹം കുറയാനും രക്തക്കുഴകൾ ഡാമേജ് ആകാനും ഒക്കെയുള്ള സംഗതി ഇതിലുണ്ടാകുന്നു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷുഗർ കുറവുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് ഭക്ഷണത്തിലാണെങ്കിലും ഷുഗർ ഒരു പരിധിയിലായിരിക്കണം. അതേപോലെ തന്നെ BP റേസ് ആവാതെയും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒന്നും തന്നെ, ഒബേസിറ്റി ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ കിഡ്നിയുടെ പ്രവർത്തനം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാമാണ് ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ. അതിലെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യണം, ഉപ്പ് കൺട്രോളിലായിരിക്കണം, ഷുഗർ കൺട്രോളിലായിരിക്കണം പ്രധാനമായിട്ട്. പിന്നെ മരുന്നുകൾ ആവശ്യത്തിന് മാത്രം എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ആവശ്യമില്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒട്ടും തന്നെ എടുക്കേണ്ടതില്ല. ഡോക്ടറെ കണ്ട് അതിനാവശ്യമുള്ള, എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിനാവശ്യമുള്ള മരുന്നുകൾ എടുക്കുക. ഇനി നമുക്ക് എപ്പോഴാണ് ഈ ഒരു കിഡ്നി ഫംഗ്ഷനിൽ മനസ്സിലാക്കേണ്ടത്, അതായത് ശരിയല്ല, എൻ്റെ കിഡ്നി ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മുഖത്തോ കാലിലോ അതിയായിട്ട് നീർവീക്കം അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് കാണിക്കുന്നുണ്ടെങ്കിൽ, നീര് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പിന്നെ യൂറിനില് ഇരുണ്ട യൂറിൻ പോവുക, പതയോടുകൂടി യൂറിൻ പോവുക, യൂറിൻ അടിക്കടി പാസ് ചെയ്യണമെന്ന് തോന്നുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അത് ചെയ്തു നോക്കുക. അതേപോലെ തന്നെ മറ്റ് എന്താ പറയുക, വേറെ അസ്വസ്ഥതകൾ ഏതൊക്കെയാണോ, പ്രധാനമായിട്ടും ഈ യൂറിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, പതയായിട്ടായിരിക്കാം, ഫ്രോത്തി യൂറിനായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഇരുണ്ട മൂത്രം, അത് കിഡ്നി സ്റ്റോൺ ആണോ അല്ലെങ്കിൽ കിഡ്നിയുടെ ഇൻഫെക്ഷൻ ആണോ, ഇൻഫ്ലമേഷൻ ആണോ, എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ചികിത്സ ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ കിഡ്നികൾ നമ്മേക്കാൾ മുന്നേ തന്നെ വയസ്സാകുന്നത് കാണാം. നമ്മുടെ ഓരോ ഓർഗൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വയസ്സിനെക്കാട്ടിലും വയസ്സായിരിക്കും മറ്റ് ഓർഗൻസിന് ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മെ വലിയൊരു രോഗിയാക്കും. രോഗി ആവുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ ദുശീലങ്ങൾ, വെള്ളം കുടിക്കാതിരിക്കുന്നതും ശരിയായിട്ട് റെസ്റ്റ് എടുക്കാതിരിക്കുന്നതും എക്സർസൈസ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ മാറ്റി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ മാത്രം മരുന്നുകൾ കഴിക്കാനും ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്